ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും നമസ്കാരം. വൈശാഖ മഹാത്മ്യത്തെക്കുറിച്ചും വൈശാഖ മാസത്തിൽ ചൊല്ലേണ്ട മന്ത്രങ്ങളെക്കുറിച്ചും വൈശാഖ സ്നാനത്തെക്കുറിച്ചും ഉള്ള വീഡിയോസ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിരുന്നു. അത് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് വൈശാഖ മാസം അവസാനിക്കുന്ന ദിനത്തെക്കുറിച്ചും ആ ദിവസത്തിൻ്റെ വിശേഷത്തെക്കുറിച്ചുമാണ്. കേരളത്തിൽ മലപ്പുറം ജില്ലയിലുള്ള 5000-ലധികം വർഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന തിരുനാവായിലെ നാവാമുകുന്ദ ക്ഷേത്രത്തിൽ വൈശാഖ അമാവാസി ഏറെ പ്രാധാന്യത്തോടെ ആചരിച്ചു വരുന്നു. അന്നേ ദിവസം അവിടെ അമാവാസി പൂജയും പിതൃപൂജയും നടത്തുന്നത് പിതൃദോഷശാന്തിക്ക് ഏറ്റവും ഉത്തമമാണ്. അമാവാസിയുടെ പ്രാധാന്യത്തെ കുറിക്കുന്ന ഒരു കഥയുമുണ്ട്. പണ്ട് ധർമ്മവർണ്ണൻ എന്നു പേരായ ഒരു ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു. വലിയ പൂജാതി കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് മുനിമാരെയും ഋഷിമാരെയും സേവിച്ച് ജീവിച്ചിരുന്ന ഒരു പരമഭക്തനും സദ്ഗുണസമ്പന്നനുമായിരുന്നു അദ്ദേഹം. അങ്ങനെ ഒരിക്കൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ നാമം ജപിച്ചാലുള്ള പുണ്യത്തെക്കുറിച്ചും മാഹാത്മ്യത്തെക്കുറിച്ചും ഒരു മുനിയിൽ നിന്നും മനസ്സിലാക്കിയ ബ്രാഹ്മണൻ ലൗകിക ജീവിതം ഉപേക്ഷിച്ച് വിഷ്ണുനാമ ജപത്തോടുകൂടി സന്യാസം സ്വീകരിച്ചു. തൻ്റെ ജീവിതം അതിനായി സമർപ്പിച്ചു. അങ്ങനെ ഭഗവത് നാമങ്ങൾ ചൊല്ലി ലോകങ്ങൾ ചുറ്റുന്നതിനിടയിൽ ഒരിക്കൽ പിതൃമണ്ഡലത്തിലെത്തി. അവിടെ ധർമ്മവർണ്ണൻ പൂർവികർ കഷ്ടപ്പാടുകൾ സഹിച്ച് കരയുന്നതും വിഷമിക്കുന്നതും കണ്ടു. അതിൻ്റെ കാരണം മനസ്സിലാക്കിയ അദ്ദേഹം പൂർവികരുടെ പ്രേരണയാൽ വീണ്ടും മനുഷ്യജന്മമെടുത്ത് ഗാർഹിക ജീവിതം അനുഷ്ഠിച്ച് പുണ്യം നിറഞ്ഞ വൈശാഖ അമാവാസിയിൽ പിതൃകർമ്മങ്ങൾ നടത്തി പിതൃക്കൾക്ക് മോക്ഷം നൽകി. അവർ സന്തോഷത്തോടെ മടങ്ങി. അങ്ങനെ അന്നു മുതൽ വൈശാഖ അമാവാസി വളരെ പ്രാധാന്യമുള്ളതായി തീർന്നു. വൈശാഖ അമാവാസിയിൽ ഭഗവത് നാമജപത്തോടുകൂടി ഫലങ്ങൾ മാത്രം ഭക്ഷിച്ച് വ്രതമെടുക്കുന്ന ഭക്തന് ആത്മനിയന്ത്രണം, സമാധാനം, ആത്മവിശ്വാസം എന്നിവയെല്ലാം ഉണ്ടാകുന്നു. അന്നേ ദിവസം എള്ളിട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കുളിക്കുന്നത് ശനിദോഷങ്ങൾ ഇല്ലാതാക്കുന്നതിനും രോഗങ്ങളെ അകറ്റുന്നതിനും സഹായിക്കുന്നു. കുളി കഴിഞ്ഞതിനു ശേഷം ശുദ്ധമായ എള്ള് ചേർത്ത ജലം സൂര്യന് സമർപ്പിക്കുന്നതും ഐശ്വര്യമുണ്ടാക്കും. അമാവാസി ദിനത്തിൽ അരയാൽ മരത്തിന് ചുവട്ടിൽ എള്ളെണ്ണയൊഴിച്ച് ദീപം തെളിയിക്കുന്നത് പാപത്തിൽ നിന്നുമുള്ള മോചനം നൽകി ജീവിതം ഐശ്വര്യമുള്ളതാക്കും. വൈശാഖ മാസത്തിലെ എല്ലാ ദിനങ്ങളും പുണ്യം നിറഞ്ഞവയാണ്. ആ മാസത്തിൽ ചെയ്യുന്ന എല്ലാ നല്ല പ്രവൃത്തികൾക്കും ആ പുണ്യമുണ്ടാകും. പുതിയ തുടക്കങ്ങൾ വിജയത്തിലെത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വൈശാഖ മാസത്തിലെ അമാവാസി വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ പൂർവികരെയും പിതൃക്കളെയും ആരാധിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനുമുള്ള പുണ്യമേറിയ ദിനമാണ്. എന്നാൽ വൈശാഖ മാസത്തിലെ ബാക്കിയുള്ള ദിനങ്ങളെപ്പോലെ വിവാഹം തുടങ്ങിയ മംഗളകർമ്മങ്ങൾക്ക് അമാവാസി ദിനം യോജിച്ചതല്ല. ഈ വർഷം, അതായത് 2026 മെയ് 16 വൈശാഖ അമാവാസിയും വൈശാഖ മാസം അവസാനിക്കുന്ന ദിനവുമാണ്. പ്രശസ്തമായ തിരുനാവായ ക്ഷേത്രത്തിൽ പ്രധാനമായ അമാവാസി ദിന പൂജ മെയ് 16 തന്നെയാണ്. ആദ്യം നമുക്ക് എന്താണ് അമാവാസി, എന്താണ് ആ ദിനത്തിൻ്റെ പ്രത്യേകത എന്ന് മനസ്സിലാക്കാം. സംസ്കൃതത്തിൽ അമാവാസ്യ എന്നാൽ അമ എന്നാൽ ഒരുമിച്ച്, വാസ എന്നാൽ വസിക്കുക അഥവാ താമസിക്കുക എന്നൊക്കെ അർത്ഥം വരുന്നു. മനുഷ്യ ശരീരത്തിൽ 70% ജലമാണ്. അമാവാസിയിൽ ചന്ദ്രനും സൂര്യനും ഒരേ ഡിഗ്രിയിൽ ഒരുമിച്ച് വരുന്നു. ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനാണ്. ചന്ദ്രൻ ഇല്ലാത്ത അവസ്ഥ, ചന്ദ്രൻ ഇല്ലാതെ വരികയില്ല, എന്നാൽ ചന്ദ്രൻ മറഞ്ഞിരിക്കുന്ന അവസ്ഥ, അതാണ് അമാവാസി. ചന്ദ്രൻ്റെ പ്രകാശവും ഊർജവും ഭൂമിക്ക് ലഭിക്കാത്ത അവസ്ഥ. അന്ധകാരം എപ്പോഴും അജ്ഞതയാണ്. പൂർണ്ണ ചന്ദ്രനിൽ നിന്ന് ചന്ദ്രൻ ക്ഷയിച്ച്, അതായത് വലിപ്പം കുറഞ്ഞു കുറഞ്ഞ് മറഞ്ഞിരിക്കുന്ന അവസ്ഥ. ആ അവസ്ഥാവിശേഷത്തെ, ആ സമയത്തെ, ആ 2 ആഴ്ചയെ കൃഷ്ണപക്ഷമെന്ന് പറയുന്നു. അങ്ങനെ വരുന്ന അമാവാസി ദിനത്തിൽ ചന്ദ്രന് ഗുരുത്വാകർഷണ ബലം കൂടുതലായിരിക്കും. ആ സമയം നമ്മുടെ ശരീരത്തിലെ ജലതത്വം മുകളിലേക്ക് ഉയരുന്നു. അങ്ങനെ രക്തം നമ്മുടെ ശിരസിലേക്ക് ഉയരുന്നു. അങ്ങനെ ശരീരത്തിലെ മൊത്തം അവസ്ഥയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു.
അത് മാനസികമായും ശാരീരികമായും ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നു. ചിലർ വല്ലാതെ അസ്വസ്ഥരാവുകയും ദേഷ്യം വർദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നു. രക്തസമ്മർദ്ദം കൂടുക എന്നിവയൊക്കെ സംഭവിക്കുന്നു. ഒരു മനുഷ്യൻ്റെ സ്ഥായിയായ വികാരങ്ങളെല്ലാം അന്നേ ദിവസം ഉച്ചസ്ഥായിയിലായിരിക്കും. എന്നാൽ പൊതുവെ സ്നേഹവും സന്തോഷവും സമാധാനവുമുള്ള വ്യക്തിയാണെങ്കിൽ അവർക്ക് കൂടുതൽ സമാധാനവും സന്തോഷവും തോന്നും. അതിനാൽ അന്നേ ദിവസം വ്രതമനുഷ്ഠിക്കുന്നത് എന്തുകൊണ്ടും വളരെ നല്ലതാകുന്നു. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ പല വ്യത്യാസങ്ങളും ഉണ്ടാക്കും. ഒന്നുകിൽ പൂർണ്ണ ഉപവാസം, അല്ലെങ്കിൽ പഴങ്ങളും ജലവും മാത്രം ഭക്ഷിച്ച് ഉപവസിക്കുക. ഗൃഹം ശുദ്ധിയാക്കി ഗൃഹത്തിൽ ദീപം തെളിയിച്ച് ഭഗവത് നാമങ്ങൾ ചൊല്ലുന്നതും കൂടുതൽ നന്മയുണ്ടാക്കും. കൂടാതെ നമ്മുടെ പിതൃക്കൾക്ക് തർപ്പണം നടത്തുന്നതും അവരെ ബഹുമാനിക്കുന്നതും പരേതാത്മാക്കൾക്ക് ശാന്തി ലഭിക്കുവാനും അവരുടെ അനുഗ്രഹം ലഭിക്കാനും ഇടയാക്കുന്നു. പിന്നെ ഒരു കാര്യം നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്, നമുക്ക് പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ അറിയുന്നവർ അവർ നമ്മോടൊപ്പം ഉണ്ടാകുമ്പോൾ നമുക്ക് അവരുടെ സാന്നിധ്യത്തിലെ പ്രാധാന്യം മനസ്സിലാവില്ല. ആ വ്യക്തിയുടെ അസാന്നിധ്യം നമുക്ക് ആ വ്യക്തിയുടെ പ്രാധാന്യം ശരിക്കും മനസ്സിലാക്കി തരുന്നു. അതുപോലെ ചന്ദ്രൻ മറഞ്ഞിരിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ചന്ദ്രൻ്റെ ഊർജത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും പ്രാധാന്യം മനസ്സിലാവൂ. നമ്മൾ സ്വയം നിരീക്ഷിച്ചാൽ മനസ്സിലാവും അമാവാസിക്കും പൗർണമിക്കും നമ്മുടെ മനസ്സിൻ്റെ വ്യത്യാസം, സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റം എന്നിവയെല്ലാം. ഇരുട്ടിലാണല്ലോ എല്ലാ ദുഷ്ടശക്തികളും നീചശക്തികളും ഒക്കെ ശക്തരാവുക. അവയെയെല്ലാം ഇല്ലാതാക്കി നല്ലത് വരുത്തുവാൻ ശിവഭജനം, ഹനുമത് ഭജനം ഇവയൊക്കെ സഹായിക്കുന്നു. നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ശാന്തമാക്കാനും ദുഷ്ട നീചശക്തികൾ നമ്മളെയും കുടുംബത്തെയും ബാധിക്കാതിരിക്കാനും അത് സഹായിക്കുന്നു. എല്ലാ അമാവാസികൾക്കും പ്രാധാന്യമുണ്ട്. എന്നാൽ വൈശാഖ അമാവാസിയും മഹാലയ അമാവാസിയും ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന അമാവാസികളാണ്. അന്നേ ദിവസം പിതൃതർപ്പണം നടത്തി പിതൃക്കളെ വേണ്ട രീതിയിൽ തൃപ്തിപ്പെടുത്തിയില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും, അതായത് സന്താനദോഷം, കുടുംബൈക്യമില്ലായ്മ, ദാരിദ്ര്യദുഃഖം എന്നിവയെല്ലാം ഉണ്ടാകും. ദാനധർമ്മങ്ങൾക്കും വളരെ വിശേഷപ്പെട്ട ദിവസമാണ് അമാവാസി. ഇങ്ങനെയെല്ലാം അനുഷ്ഠിക്കുന്നത് വഴി നമുക്ക് ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും കൈവരുന്നു. അമാവാസി തിഥി മെയ് 16 രാവിലെ 5:11 ആരംഭിച്ച് മെയ് 16 അർദ്ധരാത്രി കഴിഞ്ഞ്, അതായത് മെയ് 17 1:30 അവസാനിക്കുന്നു. വൈശാഖ അമാവാസിയും ശനീശ്വര ജയന്തിയും ഒരേ ദിവസം, അതായത് ശനിയാഴ്ചയാണ് വരുന്നത്. അതിനാൽ വളരെയേറെ പ്രാധാന്യമർഹിക്കുന്നു. അമാവാസിയും ശനീശ്വര ജയന്തിയും യഥാവിധി ആചരിച്ച് ഭഗവാന്റെയും ശനീശ്വരൻ്റെയും പിതൃക്കളുടെയും അനുഗ്രഹത്താൽ ജീവിതം എല്ലാ തരത്തിലും ഐശ്വര്യപൂർണ്ണമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.